ദയവായി ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഫിഷിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 3 വെളുത്തുള്ളിയും അര കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തതാണ്. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്. പിന്നെ ഇതിലേക്ക് നാരങ്ങ നീരും കൂടെ. നാരങ്ങ നീരില്ലെങ്കിൽ വിനാഗിരി ഒഴിച്ചാലും മതി. ഇത് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ വെക്കണം. അരമണിക്കൂർ ഇല്ലെങ്കിൽ 10 മിനിറ്റ് ആയാലും മതി. ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെക്കാം. പാൻ ചൂടായി കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1 ടേബിൾ സ്പൂൺ. ഒരു 10 മിനിറ്റ് മാഗ്നേറ്റ് ചെയ്ത് വെച്ച ഫിഷാണ്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഏത് ഫിഷായാലും കുഴപ്പമില്ല. ഇത് കേരയാണ്. ഒരു ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഇങ്ങനെ ഫിഷ് എല്ലാം നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പ്ലേറ്റിലേക്ക് പകർത്താം. ഇനി അടുപ്പിൽ ഒരു കടായി വെക്കുക. ബാക്കി വന്ന എണ്ണ ഇതിലേക്ക് ഒഴിക്കുക. കുറച്ച് എണ്ണയും കൂടെ, ഒരു 1 ടേബിൾ സ്പൂണും കൂടെ ഒഴിക്കണം. ഇതിലേക്ക് 3 ഏലക്ക, 2 പട്ടയുടെ കഷ്ണം, 4 ഗ്രാമ്പു. ഇതിലേക്ക് 5 വെളുത്തുള്ളി അരിഞ്ഞു വെച്ചതും, 1/2 ഇഞ്ച് നീളമുള്ള ഇഞ്ചി കഷ്ണം ചെറുതായി അരിഞ്ഞത്, ചെറിയ പച്ചമുളക് 2ആയി പിളർന്ന 8 പച്ചമുളക്, ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, അതും കൂടെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിടുക. കൂടെ നമുക്ക് ഇതിൻ്റെ മസാലകൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കുരുമുളക് പൊടി കൂടുതലായിട്ട് ഇടുകയും ചെയ്യാം. പച്ചമുളക് ചെറിയ 8 പച്ചമുളകായിട്ട് ഇതിന് 10 പച്ചമുളക് വരെ ആകാം, എരിവ് കൂടുതൽ ആവശ്യമുള്ളവർ. കുട്ടികളുണ്ടെങ്കിൽ എരിവ് കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. 5 പച്ചമുളകൊക്കെ മതി. ഇതിലേക്ക് നമുക്ക് 2ആം പാൽ ഒഴിച്ചു കൊടുക്കാം. 2 കപ്പുണ്ട്. ഇത് 2 മിനിറ്റ് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. തിളച്ച് കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാം. ഈ തിളച്ച കറിയിലേക്ക് നമുക്ക് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ 2 തക്കാളിയാണ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി ഉള്ളി കാച്ചാനായിട്ട് അങ്ങനെ കറി നല്ലതായിട്ട് തിളച്ച് കഴിഞ്ഞു. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ആദ്യത്തെ പാൽ ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം.
ഒരു ചെറിയ പാൻ അടുപ്പിൽ വെക്കുക. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ചെറിയ ഉള്ളി 2 വട്ടത്തിലരിഞ്ഞത്. അങ്ങനെ ഉള്ളി നല്ലതായിട്ട് മൊരിഞ്ഞ് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിയിലേക്ക് നമുക്ക് ഉള്ളി കാച്ചിയതും കൂടെ ഒഴിക്കാം. ഇങ്ങനെ ചെയ്യണമെന്നില്ല, ഉള്ളി കാച്ചുന്നത് താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി. ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.